സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ്. KPCC ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷൻ മാർച്ച്. പിണറായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് 2 നീതിയെന്ന മാർട്ടിൻ ജോർജ്. ബ്ലാക്ക്മാൻ CCTVയിൽ പരിശോധന ഊർജിതമാക്കി പോലീസ്. വലവിരിച്ച് നാട്ടുകാരും പ്രദേശവാസികളും. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും സ്പീക്കറും ഗവർണറുമായിരുന്ന വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കുമാരപുരത്തെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. 3 തവണ സംസ്ഥാന മന്ത്രിസഭയിലും 2 തവണ ലോക്സഭയിലും അംഗമായിരുന്ന വക്കം ആൻഡമാനിലും മിസോറാമിലും ത്രിപുരയിലും ഗവർണറായി. 5 തവണ നിയമസഭാ അംഗമായിരുന്നു. 2 തവണകളിലായി ഏറ്റവും അധികം കാലം നിയമസഭാ സ്പീക്കറായിരുന്നുവെന്ന റെക്കോർഡും വക്കത്തിന്റെ പേരിലാണ്. കർഷക തൊഴിലാളി നിയമത്തിനും ചുമട്ടുതൊഴിലാളി നിയമത്തിനും രൂപം നൽകിയതും ഏല പ്രോഗ്രാം, സ്കൂൾ ഹെൽത്ത് കാർഡ്, റഫറൽ ആശുപത്രി സമ്പ്രദായം തുടങ്ങിയവ നടപ്പിലാക്കിയതും സർക്കാരിന്റെ സംസ്ഥാനതല ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചതും വക്കം പുരുഷോത്തമനാണ്. ഡൽഹിയിൽ ആഡംബര സൗകര്യങ്ങളോടെ കേരള ഹൌസ് നിർമ്മിച്ചതും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സർക്കാർ ഗസ്റ്റ് ഹൌസുകൾ നിർമ്മിച്ചതും വക്കത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ജീവനക്കാർക്കെതിരെയുള്ള അച്ചടക്ക നടപടി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സസ്പെൻഷനിലാകുന്ന ജീവനക്കാർക്ക് പകുതി ശമ്പളം നൽകണമെന്ന വ്യവസ്ഥ ആവിഷ്കരിച്ചതും വക്കം പുരുഷോത്തമനാണ്. 1928 ഏപ്രിൽ 12 വക്കം കടവിളാകത്തു വീട്ടിൽ K. ഭാനുപണിക്കരുടെയും ഭവാനിയമ്മയുടെയും മകനായി ജനിച്ച പുരുഷോത്തമൻ 1946 വിദ്യാർത്ഥി കോൺഗ്രസിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് എത്തിയത്. 1952 ആദ്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ RSP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വക്കം പഞ്ചായത്ത് അംഗമായി. 1956 ഹൈക്കോടതി ബെഞ്ചിനു വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദവും അലിഗഡ് സർവകലാശാലയിൽ നിന്ന് MA-യും LLB-യും പാസ്സായ ശേഷം തിരുവനന്തപുരത്ത് അഭിഭാഷകനായി ജോലി ചെയ്യുന്നതിനിടെ R. ശങ്കറിന്റെ നിർബന്ധം കാരണമാണ് വീണ്ടും സജീവ രാഷ്ട്രീയത്തിലെത്തിയത്. 1967 1969 നിയമസഭയിലേക്ക് മത്സരിച്ച വക്കം പരാജയപ്പെട്ടു. 1970 ആറ്റിങ്ങലിൽ കാട്ടായിക്കോണം ശ്രീധറിനെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്കുള്ള ആദ്യ വിജയം നേടിയത്. 1971 മുതൽ 77 വരെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ കൃഷി തൊഴിൽ വകുപ്പുകളുടെ മന്ത്രിയായി. അക്കാലത്താണ് കർഷക തൊഴിലാളി നിയമത്തിനും ചുമട്ടുതൊഴിലാളി നിയമത്തിനും രൂപം നൽകിയത്. 5 വർഷം നിയമമന്ത്രിയുടെ ചുമതലയും വഹിച്ചു. 1980 E. K. നായനാർ മന്ത്രിസഭയിൽ ആരോഗ്യം, ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയായി. 2014 ത്രിപുര ഗവർണറുടെ ചുമതലയും വഹിച്ചിരുന്നു. തിരുവനന്തപുരം DCC പ്രസിഡന്റ്, KPCC അംഗം, AICC അംഗം, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം, സിൻഡിക്കേറ്റ് അംഗം തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. 52 ദിവസത്തെ വറുതിക്കാലത്തിനാണ് ഇന്ന് അറുതിയാവുന്നത്. ചാകരക്കോള് പ്രതീക്ഷിച്ചാണ് ഇന്ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുക. 3500 യന്ത്രവൽകൃത ബോട്ടുകൾ മീൻ പിടിക്കാൻ കടലിൽ ഇറക്കും. ജൂൺ 9 അർദ്ധരാത്രി തീരത്തെത്തിയ ബോട്ടുകളും തൊഴിലാളികളും ഇത്രയും നാൾ വിശ്രമത്തിലായിരുന്നു. തീരത്തെ പട്ടിണി മാറ്റാൻ കടൽ കനിഞ്ഞനുഗ്രഹിക്കുമെന്ന പ്രതീക്ഷയിൽ ബോട്ടുമായി ഇറങ്ങുകയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ തൊഴിലാളികൾ. ബോട്ടുകൾ കടലിലിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഞായറാഴ്ച വൈകിട്ടോടെ തന്നെ ഏറെക്കുറെ പൂർത്തിയാക്കിയിരുന്നു. അവസാന ഒരുക്കമെന്ന നിലയിൽ ഐസ് കട്ടകളും ചാക്കിലാക്കി സൂക്ഷിച്ചുവെച്ചു. നാട്ടിലേക്ക് മടങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളികളിലേറെയും മടങ്ങിയെത്തി. ബോട്ടുകളുടെയും വലകളുടെയും അറ്റകുറ്റപ്പണികളൊക്കെ ട്രോളിംഗ് നിരോധന കാലത്ത് നടത്തിയിരുന്നു. ചില ബോട്ടുകൾ പഴയ വലകൾ ഒഴിവാക്കി പുതിയ വലകളുമായാണ് മീൻ തേടി ഇറങ്ങുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷമുള്ള മത്സ്യബന്ധനത്തിൽ കരിക്കാടി, ചെമ്മീൻ, കണവ തുടങ്ങിയവ യഥേഷ്ടം ലഭിക്കാറുണ്ട്. ഇതിനായി പ്രത്യേക വലകളും കരുതിയിട്ടുണ്ട്. സമീപകാലത്തായി മീൻ ലഭ്യതയിൽ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടുടമകളും തൊഴിലാളികളും ഏറെ പ്രയാസത്തിലാണ്. നഷ്ടം സഹിച്ചാണ് പലരും മത്സ്യബന്ധന മേഖലയിൽ തുടരുന്നത്. വായ്പയെടുത്തും കടം വാങ്ങിയും ഏജന്റുമാരിൽ നിന്നും മുൻകൂറായി പണം വാങ്ങിയുമാണ് പലരും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്തിയത്. യഥേഷ്ടം മത്സ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തവണയും തൊഴിലാളികളും ബോട്ടുടമകളും. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്ന പിണറായി സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെ KPCC ആഹ്വാനപ്രകാരം കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു.
രണ്ടു നീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്ന് മാർട്ടിൻ ജോർജ്. പിണറായി വിജയനെയും ഭരണത്തെയും വിമർശിക്കുന്നവർക്ക് ഒരു നീതിയും ഭരണപക്ഷത്തിന് വേറൊരു നീതിയുമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കണ്ണൂരിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസിന്റെ സമീപനമെന്ന് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. കേസുമില്ല. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിലെ സമാധാന അന്തരീക്ഷം ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് BJPയും അതുപോലെ തന്നെ CPM-ഉം. ഇവിടെ P. ജയരാജൻ പറയുന്നു, ശംഷീറിന്റെ വീട്ടിലേക്ക് പോകുന്നവൻ അത് മോർച്ചറിയിലായിരിക്കും എന്ന് പറയുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്നില്ല. അതുപോലെ തന്നെ കൊലവിളി നടത്തുന്ന RSSകാരനോ അതുപോലെ തന്നെ യുവമോർച്ചക്കാർക്കെതിരെ കേസെടുക്കുന്നില്ല. അവർക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ. ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവത്തോടുകൂടി സംസാരിക്കുന്നവൻ, ഈ സമാധാനങ്ങളെ തകർക്കുന്നവൻ, അവന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ സമൂഹത്തെ മലീനമാക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കുന്നത്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സമീപനം ഇവിടെ സ്വീകരിക്കുകയാണ്. ജില്ലയിലെ 21 പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ്. KPCC ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷൻ മാർച്ച്. പിണറായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് രണ്ട് നീതിയെന്ന മാർട്ടിൻ ജോർജ്. ബ്ലാക്ക്മാൻ CCTVയിൽ പരിശോധന ഊർജിതമാക്കി പോലീസ്. വലവിരിച്ച് നാട്ടുകാരും പ്രദേശവാസികളും. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. It's time you start listening. Listen to the breeze, to the bird song. Find your own tune at Wynard Village Resort. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ,
കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. വാർത്തയിലേക്ക്. വികസന പ്രവർത്തനം നടത്തേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ചിലർക്കൊക്കെ ധാരണയുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ. എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വരണമെന്ന് സ്പീക്കർ പറഞ്ഞു. മഹല്ല് കമ്മിറ്റിയുടെ ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എടക്കാട് കാടാച്ചിറ റോഡിൽ ചാത്തോത്ത് പള്ളിക്ക് സമീപം നടന്ന ചടങ്ങിൽ ഫ്ളാറ്റുകളുടെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വികസന പ്രവർത്തനം നടത്തേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. സർക്കാരിനെ കൊണ്ട് മാത്രം ഇത് സാധ്യമല്ല. സർക്കാരിന് പരിമിതികൾ ഉണ്ടെന്നും AN ഷംസീർ പറഞ്ഞു. എടക്കാട് മഹൽ കൂട്ടായ്മയാണ് നിർധനരായ ആളുകൾക്ക് 9 ഫ്ലാറ്റ് സമുച്ചയം വെച്ചു കൊടുക്കുന്നു. ആ 3 ഫ്ലാറ്റ് അല്പസമയം മുമ്പ് നിങ്ങളെല്ലാം സാന്നിധ്യത്തിൽ ഞാൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായി ഈ ഫ്ലാറ്റ് സമുച്ചയം കെട്ടിപ്പൊക്കാൻ UAE ഉള്ളു തുറന്ന് സഹായിക്കാൻ ഇനിയും തയ്യാറാവണമെന്ന് പോയി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഉദാരമതികൾ മുന്നോട്ട് വരണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. എടക്കാട് കാടാച്ചിറ റോഡിൽ ചാത്തോത്ത് പള്ളിക്ക് സമീപം ഫ്ളാറ്റുകളുടെ താക്കോൽദാനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. എടക്കാട് മഹൽ ഖാസി PP ഉമർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. KP ഫൈസൽ സ്വാഗതവും AK മുസ്തഫ നന്ദിയും പറഞ്ഞു. തണൽ ചെയർമാൻ ഡോക്ടർ V ഇദ്രീസ്, മഹൽ പ്രസിഡന്റ് P ഹമീദ് മാസ്റ്റർ, കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV പ്രേമവല്ലി, A ഷരീഫ്, MK അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഏതാണ്ട് 1.5 കോടി രൂപ ചിലവിൽ 3 കെട്ടിടങ്ങളിലായി 9 ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത്. ഇതിൽ പൂർത്തിയായ 3 ഫ്ളാറ്റുകളാണ് ചടങ്ങിൽ കൈമാറിയത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ വർക്ക്ഷോപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തി ആനുകൂല്യം ലഭ്യമാക്കണമെന്ന അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കണ്ണൂർ സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി K മാത്യു ഉദ്ഘാടനം ചെയ്തു. TS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ജില്ലാ പ്രസിഡന്റ് CF രാജു ആദരിച്ചു. KV സുനിൽകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സണ്ണി K മാത്യു എന്നിവർ ക്ലാസ് എടുത്തു. KV ശ്രീലേഷ്, SK സൗരവ്, P സന്ദീപ്, P ദീപക്, N പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായി പ്രസിഡന്റ് TS സുകുമാരൻ, സെക്രട്ടറി KV ശ്രീലേഷ്, ട്രഷറർ P സന്ദീപ് എന്നിവരെ തെരഞ്ഞെടുത്തു. ചെറുപുഴയിൽ ബ്ലാക്ക്മാന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. പുതപ്പുകൊണ്ട് ദേഹം മൂടിയ ആളുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രാപ്പോയിലിലെ ചങ്ങാതിമുക്കിലുള്ള വീട്ടിലെ CCTVയിലാണ് അജ്ഞാതന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസമായി പ്രദേശവാസികളുടെ പേടി സ്വപ്നമാണ് ബ്ലാക്ക്മാൻ. അജ്ഞാതനായ ഒരാൾ രാത്രിയിൽ വീട്ടിലെത്തി കതകിൽ മുട്ടിയ ശേഷം ചുവരിൽ കയ്യടയാളം പതിപ്പിച്ച് മടങ്ങുകയായിരുന്നു. പല വീടുകളുടെയും ചുവരുകളിൽ കരികൊണ്ട് വിചിത്ര രൂപങ്ങൾ വരയ്ക്കുകയും ബ്ലാക്ക്മാൻ എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരും പോലീസും ചേർന്ന് പല രാത്രികളിലും ഉറക്കമളച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കനത്ത മഴയിൽ കുന്നിടിഞ്ഞു വീണ മത്സ്യത്തൊഴിലാളിയുടെ വീട് തകർന്നു. രാമന്തളി പാലക്കോട് കക്കമ്പാറ റോഡരികിലെ അച്ചുമാന്റകത്ത് മുത്തലീബിന്റെ വീടാണ് കഴിഞ്ഞ ദിവസം സമീപത്ത് കുന്നിടിഞ്ഞതിനെ തുടർന്ന് തകർന്നത്. ചുവരുകൾ പിളർന്ന നിലയിലാണ് ഉള്ളത്. മറ്റു മാർഗങ്ങളില്ലാത്തതിനാൽ ചെങ്കുത്തായ സ്ഥലം നിരപ്പാക്കിയാണ് മുത്തലീബ് സ്ഥലത്ത് വീട് പണിതത്. കനത്ത മഴയിൽ വീടിന് സമീപത്തെ കുന്നിടിഞ്ഞ് വലിയ പാറക്കല്ലുകൾ വീടിന്റെ ചുവരിൽ വന്ന് പതിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ചുവരുകൾ പിളർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും കുന്നിടിയുമോ എന്ന ആശങ്കയിലാണ് വീട്ടുകാർ. ഇതോടെ വീടിനകത്ത് താമസിക്കാനാകാത്ത ഭീതിയിലാണ് കുടുംബം. വിവരമറിഞ്ഞ് രാമന്തളി പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മദ്യവിൽപ്പനയ്ക്കിടെ 312 കുപ്പി ഗോവൻ മദ്യവുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കാറടുക്ക മുള്ളേരിയയിലെ മനു എന്ന മനോഹരനെയാണ് റേഞ്ച് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രദീപനും സംഘവും അറസ്റ്റ് ചെയ്തത്. മുള്ളേരിയയിൽ വെച്ചാണ് വിൽപ്പനയ്ക്കിടെ 180 മില്ലിയുടെ 312 മദ്യക്കുപ്പികളുമായി പ്രതി എക്സൈസ് പിടിയിലായത്. മദ്യവിൽപ്പന നടത്തി ലഭിച്ച 1700 രൂപയും കണ്ടെടുത്തു. റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർ P മനോജ്, P മോഹനകുമാർ,
ജോബി KB, വിനോദ് K, വനിത, സിവിൽ എക്സൈസ് ഓഫീസർ അശ്വതി എന്നിവരും ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അദാനി ഗ്യാസ് പൈപ്പ് ലൈനിനു വേണ്ടി കുഴിയെടുക്കവേ ഇന്റർനെറ്റ് കേബിളുകൾ തകരാറിലായി. താണയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നുപോകുന്നതിനായി ആഴത്തിൽ കുഴിയെടുക്കുമ്പോഴായിരുന്നു BSNL, എയർടെൽ എന്നിവയുടെ പ്രധാന കേബിളുകൾ മുറിഞ്ഞ് ഇന്റർനെറ്റുകൾ തകരാറിലായത്. ദേശീയ യുവക് സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം കാഞ്ഞിരിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ബിജോയ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കാര്യത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ എല്ലാം ഈ ഹാളിൽ വന്നിരിക്കുന്നത്. അവരുടെ പ്രവർത്തനം പൊതുരംഗത്തു കൂടി നല്ലൊരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് വരും തലമുറ നല്ല രീതിയിലാക്കി മാറ്റാൻ കഴിയൂ. കാരണം നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇന്നത്തെ ഈ ഒരു അനുമോദന ചടങ്ങിൽ നിങ്ങൾക്ക് വർദ്ധിക്കുകയാണ് എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു വായനശാല, നിങ്ങളുടെ പ്രദേശത്തെ വായനശാല, നിങ്ങൾ പുസ്തകം എടുക്കുന്ന വായനശാല, നിങ്ങൾ സ്ഥിരം പരിചയപ്പെടുന്ന വായനശാല, ആ വായനശാലയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ചെറുതായാലും ഏറ്റവും വലിയതായാലും അനുമോദനം വലിയൊരു അനുമോദനമാണ്. തുടർച്ചയായി 10ാം വർഷവും എൻഡോൺമെന്റ് പുരസ്കാര വിതരണം നടത്തിയാണ് ദേശീയ യുവക് സംഘം വായനശാല ആൻഡ് ഗ്രന്ഥാലയം മാതൃകയാവുന്നത്. നാട്ടിലെ SSLC +2, കേരള സിലബസ്, CBSE, ICSE, VHSE എന്നിവയിൽ ഉന്നത വിജയം നേടിയ കാഞ്ഞിര പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കാണ് എൻഡോൺമെന്റ് പുരസ്കാരങ്ങളും മൊമെന്റോയും നൽകി അനുമോദിച്ചത്. കോർപ്പറേഷൻ കൗൺസിൽ ബിജോയ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. DYSP മുൻ അധ്യാപകനുമായ M. ധനഞ്ജയൻ മാസ്റ്റർ, SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി S എന്നിവർ അനുമോദന പ്രഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി സുമേഷ് CM സ്വാഗതവും പ്രസിഡന്റ് CK പ്രദീപൻ അധ്യക്ഷതയും വഹിച്ചു. ട്രഷറർ K. ലക്ഷ്മണൻ നന്ദി രേഖപ്പെടുത്തി. TV ശൈലജ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രതിനിധി ഷീബ സുമേഷ്, ഫാത്തിമത്തുൽ തമന്ന എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി സമിതി ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം നടന്നു. ജില്ലാതല ഉദ്ഘാടനം തലശ്ശേരി MRA ഡയറക്ടർ അൻവറിന് കൈമാറി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KK സഹദേവൻ, CPM നൌഹൽ, നജുമ ഹാഷിം, ജഗദീഷ് ബാബു, T. ഇസ്മയിൽ, കാത്താണ്ടി റഫീഖ്, അസൂട്ടി, സുബിൻ മാണിക്കോത്ത്, സനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതു ഇടങ്ങളിൽ നിന്നും പരാതികളും നിവേദനങ്ങളും സ്വീകരിച്ചു. പിണറായി കൺവെൻഷൻ സെന്ററിലെ ധർമ്മടം മണ്ഡലം MLA ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പരാതി സ്വീകരിക്കൽ. ആകെ 550 പരാതികളാണ് ലഭിച്ചത്. ചികിത്സാ സഹായം, കടബാധ്യത ഒഴിവാക്കൽ, കുളം, റോഡ്, ഭവന നിർമ്മാണം, BPL കാർഡ്, ജോലി സ്ഥിരപ്പെടുത്തൽ, തൊഴിൽ പ്രശ്നങ്ങൾ, അധ്യാപക നിയമനം തുടങ്ങി പലവിധ പരാതികളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പലരും എത്തിയത്. എന്നാൽ മടങ്ങിയത് ആശ്വാസത്തോടെയായിരുന്നു. ആവശ്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട ശേഷം പരിശോധിച്ച് പരിഹാരമുണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പിണറായി കൺവെൻഷൻ സെന്ററിലെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു പരാതി സ്വീകരിക്കൽ. റവന്യൂ വകുപ്പ് ഓഫീസിൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനായിരിക്കെ മകൻ മരിച്ചതിനാൽ ആശ്രിത പെൻഷൻ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു പെർളശ്ശേരി, കോട്ടത്തെ, കടാങ്കോട് മാധമിയുടെ അപേക്ഷ. പ്രമേഹം ബാധിച്ച് 7 മാസം മുമ്പ് ഒരു കാൽ നഷ്ടപ്പെട്ട കീഴറ ശ്വാദ മൻസിലിൽ മൻസൂർ ഒരു മുച്ചക്ര വാഹനം ആവശ്യപ്പെട്ടായിരുന്നു മുഖ്യമന്ത്രിയെ കാണാനെത്തിയത്. കോളോട് ചന്ദ്രോത്ത് പറമ്പിലെ സൗമിനിക്ക് പരാതിയൊന്നുമില്ല. മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കണ്ണാടിച്ചാൽ ശിവഗംഗയിൽ അദ്വൈത് S. പവിത്രൻ തന്റെ കവിതാ സമാഹാരം മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കാനായിരുന്നു എത്തിയത്. വേങ്ങാട് ഇലക്ട്രിക്കൽ പരിധിയിൽ 33 kV സബ്സ്റ്റേഷൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEB ഉദ്യോഗസ്ഥരുമെത്തി. വൈവിധ്യമാർന്ന നിരവധി വിഷയങ്ങളാണ് പരാതിക്കാർ ഉന്നയിച്ചത്. പരാതികൾ പരിശോധിച്ച് സത്വര നടപടി കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:30 തുടങ്ങിയ പരാതി സ്വീകരിക്കൽ പകൽ 12:30 വരെ നീണ്ടു. ടോക്കൺ ഏർപ്പെടുത്തിയായിരുന്നു നടപടിക്രമങ്ങൾ. ആകെ 550 പരാതികളാണ് ലഭിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കൊപ്പം പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ നിന്നും പരാതിക്കാരെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനങ്ങൾ നൽകി. മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി P. ബാലൻ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായ K. പ്രദീപൻ, NK സിജിൻ, CPIM ഏരിയ സെക്രട്ടറിമാരായ K. ശശിധരൻ, MK മുരളി തുടങ്ങിയവരും പങ്കെടുത്തു. ആഭ്യന്തരം ദയനീയ പരാജയമെന്ന KSU ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ. ആലുവ സംഭവത്തിൽ KSU ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ നടത്തിയ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC ഓഫീസിൽ നിന്നും പ്രകടനമായെത്തിയ KSU പ്രവർത്തകർ കാൾടെക്സ് ജംഗ്ഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു.
പിഞ്ചുകുഞ്ഞിന്റെ ജീവന് പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത നാണം കെട്ട സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ കുറ്റപ്പെടുത്തി. ആലുവയിലെ പെൺകുട്ടിയുടെ കൊലപാതകം കേരള ജനതയാകെ ഞെട്ടിച്ചുവെന്നും നിരവധി ക്യാമറകൾ വെച്ച് സാധാരണക്കാരെ പിഴിയുന്നതിന്റെ ഒരു തരി ആവേശം പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയൊരുക്കാൻ വേണ്ടി സർക്കാർ കാണിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആലുവ സംഭവത്തിൽ KSU ജില്ലാ കമ്മിറ്റി കണ്ണൂരിൽ നടത്തിയ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC ഓഫീസിൽ നിന്നും പ്രകടനമായെത്തിയ KSU പ്രവർത്തകർ കാൾടെക്സ് ജംഗ്ഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. KSU നേതാക്കളായ മുഹമ്മദ് റിബിൻ, അഷിത് അശോകൻ, നവനീത് കീഴറ, അർജുൻ കോറോം, നവനീത് ഷാജി, കാവ്യ K, മുഹമ്മദ് നിസ്വാൻ CH എന്നിവർ പ്രസംഗിച്ചു. ചക്കരക്കൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരൻ PC സത്യനെ ഇന്നോവ കാറിലെത്തിയ ആൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വൈദ്യുതി ബോർഡിലെ ഓഫീസർമാരും തൊഴിലാളികളും സംയുക്തമായി ചക്കരക്കലിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. KSEBWA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാജേഷ് മണാട്ട ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സ്വദേശി സത്യനെയാണ് കുളത്തിന്റെ പീടികയിൽ വെച്ച് ഇന്നോവ കാറിലെത്തിയ ആൾ ജോലിക്കിടയിൽ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ യോഗത്തിൽ K ദിനേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. K അരവിന്ദ് കുമാർ, ശ്രീ ജഗദീശൻ, VP ഉദയകുമാർ, PP പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് K ദേവകുമാർ, PP ഷൈജു, A സമീർ, P ശ്രീജേഷ്, PK സനൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ലോറി ഇടിച്ച് റെയിൽവേ ഗേറ്റ് തകർന്നു. തലശ്ശേരി കൊടുവള്ളി ഗേറ്റാണ് തകർന്നത്. നിയന്ത്രണം വിട്ട നാഷണൽ പെർമിറ്റ് ലോറി ഗേറ്റിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഡ്രൈവർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു. ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. ജനകീയ ആരോഗ്യത്തിനായി പോരാടണമെന്നും പ്രതികൂലമാണെങ്കിൽ പ്രതിരോധിച്ച് തിരുത്തണമെന്നും പ്രമുഖ ജനകീയ ആരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ B ഇക്ബാൽ അഭിപ്രായപ്പെട്ടു. ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ അരനൂറ്റാണ്ട് എന്ന വിഷയത്തിൽ ഡോക്ടർ സഫറുള്ള ചൗധരി അനുസ്മരണവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ആരോഗ്യ പ്രവർത്തക സംഗമവും പരിഷത്ത് ഭവനിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഇക്ബാൽ. സാർവദേശിക ഐക്യദാർഢ്യവും സുശക്തമായ ശാസ്ത്രവും ചേർന്നാലേ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ. ലഭ്യം, പ്രാപ്തം, പ്രാപ്യം ഇത് നേടിയെടുക്കേണ്ടതുണ്ട്. അന്തർദേശീയ ജനകീയ ആരോഗ്യ പ്രവർത്തനങ്ങളോട് കണ്ണിച്ചേർന്ന് കൊടുത്തും വാങ്ങിയുമാണ് കേരള ആരോഗ്യം വളർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷെ അതിനൊക്കെ ആയിരിക്കെ തന്നെ സാർവദേശീയ രംഗത്തും ദേശീയ തലത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ മേഖലയിലും ഇടപെടുന്നത്. അത് നമ്മൾ കാണാതിരിക്കുന്നത്. നമ്മൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തായതുകൊണ്ട് കേരളത്തിനുള്ളിൽ നിന്ന് ഉടലെടുത്ത ആശയങ്ങളല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഉടലെടുക്കുകയും അതിന് കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിന് അതിനെ പ്രയോഗിക്കാനാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സാജൻ VP, വിനോദ് കുമാർ P, ഉമേഷ് MK, അനുരൂപ് രാജ, രാധാകൃഷ്ണൻ V, ഹരിദാസൻ K എന്നിവർ സംസാരിച്ചു. സരിൻ SM അധ്യക്ഷത വഹിച്ചു. VT നാസർ സംസ്ഥാന ആരോഗ്യ വിഷയ സമിതി പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. K പ്രമോദ് കുമാർ ജില്ലാതല ആസൂത്രണം അവതരിപ്പിച്ചു. സതീശൻ കസ്തൂരി, PK സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വലിയന്നൂർ വില്ലേജ് ഓഫീസിന് സമീപം കനാൽ പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. ഹോട്ടൽ വേസ്റ്റുകൾ അടക്കം പ്ലാസ്റ്റിക് സഞ്ചികളിലാക്കി രാത്രി സമയത്താണ് ഇവിടെ കൊണ്ടു തള്ളുന്നത്. തെരുവ് നായ ശല്യം രൂക്ഷമായതിനാൽ കാൽനടയാത്ര പോലും ഇതുവഴി ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. തെരുവുനായകളുടെ അക്രമം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിലും മാലിന്യം വലിച്ചെറിയുന്ന കാര്യത്തിൽ ജനങ്ങൾ മുൻപന്തിയിൽ തന്നെ. കനാൽ പരിസരവും റോഡരികും വ്യത്യാസമില്ലാതെ ഹോട്ടൽ മാലിന്യമടക്കം തള്ളുന്നത് നിർബാധം തുടരുകയാണ്. വലിയന്നൂർ വില്ലേജ് ഓഫീസിന് സമീപവും കനാലിലേക്കും കനാലിന് മുകളിലും ഹോട്ടൽ മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ. തെരുവുനായകളെ പേടിച്ചാണ് കുട്ടികളടക്കം ഇതുവഴി കടന്നുപോകുന്നത്. ചേലോറ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരെത്തി സ്ഥലം സന്ദർശിച്ച് നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ശേഷം നാട്ടുകാരുടെ കൂട്ടായ പ്രവർത്തനം പരിസരം ശുചിയാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5525 രൂപ, പവന് 44,200 രൂപ, വെള്ളി 80 രൂപ. അറിയിപ്പ്.
ചീമേനി IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഈ അധ്യയന വർഷത്തേക്കുള്ള താൽക്കാലിക ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് ഓഗസ്റ്റ് 1 രാവിലെ 10 മണിക്ക് കോളേജിൽ ഇന്റർവ്യൂ നടത്തുന്നു. ഇംഗ്ലീഷിൽ PG, നെറ്റ്, PhD, MPhil എന്നിവയാണ് യോഗ്യത. നെറ്റില്ലാത്തവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കും. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പള്ളിപ്പാറയിലുള്ള കോളേജ് ഓഫീസിൽ ഹാജരാവണം. ഫോൺ 8547005052. ഡിഗ്രി പ്രവേശനം. IHRDയുടെ കീഴിൽ പള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ചീമേനി അപ്ലൈഡ് സയൻസ് കോളേജിൽ 1ാം വർഷ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോഓപ്പറേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് 1ാം വർഷം MCom ഫിനാൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ കോളേജ് നേരിട്ട് പ്രവേശനം നടത്തുന്നു. സീറ്റുകളിൽ ഒഴിവുകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അതിന്റെ പ്രിന്റ് ഔട്ട് സഹിതം കോളേജിൽ നേരിട്ട് അപേക്ഷ നൽകണം. SC, ST, OEC, OBC, H എന്നീ വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. 8547005052 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഓണം വാരാഘോഷ കലാപരിപാടികൾ അവതരിപ്പിക്കാം. ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 2 വരെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് താൽപര്യമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർ, കലാകാരികൾ, കലാസംഘടനകൾക്കും അപേക്ഷ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾ അടങ്ങിയ അപേക്ഷ ഓഗസ്റ്റ് 7 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജോയിന്റ് കൺവീനർ ഓണാഘോഷം 2023 ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ DTPC, താലൂക്ക് ഓഫീസ് കോമ്പൗണ്ട്, കാൾടെക്സ്, കണ്ണൂർ 67002 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 049727063336, 049729603336. വികസന പദ്ധതികൾ, എസ്റ്റിമേറ്റും അനുബന്ധ രേഖകളും യഥാസമയം ലഭ്യമാക്കണം. വികസന പദ്ധതികളുടെ പ്രപ്പോസലിന്റെ എസ്റ്റിമേറ്റും അനുബന്ധ രേഖകളും ഉദ്യോഗസ്ഥർ യഥാസമയം ലഭ്യമാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗം. MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും പ്രത്യേക വികസന നിധിയിൽ നിന്നും തുക അനുവദിക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിന് കാലതാമസം വരുന്നതായി KV മോഹനൻ MLA ചൂണ്ടിക്കാട്ടിയിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളുടെ പ്രപ്പോസലിന്റെ എസ്റ്റിമേറ്റും രേഖകളും യഥാസമയം ലഭ്യമായാൽ മാത്രമേ അസറ്റ് ഡെവലപ്മെന്റ് സ്കീം പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് ഭരണാനുമതി നൽകാൻ സാധിക്കുകയുള്ളൂവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഏതെങ്കിലും ഒരു രേഖ എസ്റ്റിമേറ്റിന്റെ കൂടെ ഇല്ലാത്ത പക്ഷം ഭരണാനുമതി നൽകാൻ കാത്തിരിക്കേണ്ടി വരുന്നു. പാപ്പിനിശ്ശേരി താഴെ ചൊവ്വ ദേശീയപാത ഓവർലേ ചെയ്യുന്നത് ദേശീയപാത പൂർത്തിയായി പഴയ റോഡ് കൈമാറുന്നതിന് മുമ്പായി ചെയ്യാൻ കലക്ടർ നിർദ്ദേശിച്ചു. അതുവരെ റോഡിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുമെന്ന് കരാറുകാരനായ വിശ്വസമുദ്ര അറിയിച്ചു. കരാർ പ്രകാരം പഴയ പാതയിൽ ഒരു ഓവർലേ ആണ് ചെയ്യാനുള്ളത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലൈസൻസ് പരിശോധന ഓഗസ്റ്റ് 1-2 തീയതികളിൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധിക്കുന്നതിനായി ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഡ്രൈവ് 2023 ഓഗസ്റ്റ് 1-2 സംസ്ഥാന വ്യാപകമായി നടത്തും. മുഴുവൻ ഭക്ഷ്യ സംരംഭകരെയും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് പരിധിയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ധനസഹായം നൽകുന്നു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2023-24 വർഷത്തെ പട്ടികജാതി സഹകരണ സംഘങ്ങൾക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1969 കേരള സഹകരണ സംഘം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത തദ്ദേശ ഭരണ സ്ഥാപന തലത്തിലെ യോഗ്യതയുള്ള എല്ലാ പട്ടികജാതി സഹകരണ സംഘങ്ങൾക്കും അപേക്ഷിക്കാം. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിശദമായ പ്രൊജക്ട് പ്രപ്പോസൽ, ഇതേ ഇനത്തിനായി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പിൽ നിന്നും മുൻ വർഷങ്ങളിൽ നിന്നും ആനുകൂല്യം നേടിയിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഹാജരാക്കണം. സംഘം 3 വർഷമായി പ്രവർത്തിച്ചു വരുന്നതും 1 വർഷമെങ്കിലും 50% പ്രവർത്തന നഷ്ടം ഉണ്ടായിട്ടില്ലാത്തതുമായിരിക്കണം. ധനസഹായം നൽകുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്, പ്രൊജക്ട് അടങ്കലിൽ സംഘത്തിന്റെ വിഹിതം എത്രയാണെന്നുള്ള ഭരണസമിതിയുടെ സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കണം. സംഘത്തിന് പെയ്ഡ് സെക്രട്ടറി ഉണ്ടായിരിക്കണം. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് 5 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകാര്യമായ ജാമ്യം നൽകി നിർദ്ദിഷ്ട പ്രൊജക്ടിനു വേണ്ടി വായ്പ എടുക്കണം. 75% തുക സബ്സിഡി അനുവദിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വക്കം പുരുഷോത്തമൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കുമാരപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസ്. KPCC ആഹ്വാനപ്രകാരം പോലീസ് സ്റ്റേഷൻ മാർച്ച്. പിണറായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് 2 നീതിയെന്ന മാർട്ടിൻ ജോർജ്. ബ്ലാക്ക്മാൻ CCTVയിൽ പരിശോധന ഊർജിതമാക്കി പോലീസ്. വലവിരിച്ച് നാട്ടുകാരും പ്രദേശവാസികളും.
ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.